നമുക്കൊരു റിക്വയർമെൻറ്റ് വരികയാണ്. അതായത് നമുക്ക് സെയിൽസ് ഓർഡർ ഏതാണെന്നുള്ളത് കിട്ടണം, അതിന് അഗെയിൻസ്റ്റ് ഏത് കസ്റ്റമറാണെന്ന് കിട്ടണം, എത്ര എമൗണ്ട് ഓഫ് എത്ര എമൗണ്ട് സെയിൽസ് നടത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ എത്ര ഇൻവോയ്സ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അങ്ങനെ റിക്വയർമെൻറ്റ് വരാറുണ്ടാവും മിക്കവാറും നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാനൊരു ടേബിൾ ആഡ് ചെയ്യുകയാണ്. സപ്പോസ് ഒരു ടേബിൾ ആഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം, ഞാൻ നമ്മളെ സെയിൽസിന് ഇൻഫർമേഷൻ നമുക്ക് സെയിൽസ് ടേബിളിനകത്ത് തന്നെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സെയിൽസ് ഓർഡർ നമ്പർ കൊടുത്തു. അപ്പോൾ സെയിൽസ് ഓർഡർ നമ്പർ എന്ത് ചെയ്തു, ലിസ്റ്റ് ചെയ്ത് വന്നു. ഇനി കസ്റ്റമറിൻ്റെ പേര് കൊടുത്തു, അതുപോലെ തന്നെ ഏത് പ്രൊഡക്റ്റാണ്, സപ്പോസ് പ്രൊഡക്റ്റ് കൊടുത്തു. ഓക്കെ, അതുപോലെ ഇവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, സെയിൽസ് എമൗണ്ട് കൊടുത്തു കേട്ടോ. ആണോ, സെയിൽസ് എമൗണ്ട് ഇത്രയും കാര്യം. ഇതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് നോർമലി കിട്ടുന്ന പോലെ തന്നെ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മളെന്താ ചെയ്യുക, ഇതിൻ്റെ ഇൻവോയ്സിങ്, അതായത് മാനേജ്മെൻറ്റിന് ആവശ്യം ഉണ്ടാവും എന്തായിരിക്കും, ഈ സെയിൽസ് ഓർഡറിന് അഗൻസ്റ്റ് ആയിട്ട് ഈ കസ്റ്റമർ പർച്ചേസ് നടത്തിയിട്ടുണ്ട്, ഈ പ്രോഡക്റ്റ് സെല്ലായിട്ടുണ്ട്, അവിടെ നമുക്ക് ഇത്രയും എമൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആക്ച്വലി അവർ ബില്ല് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ക്രെഡിറ്റ് ഇൻവോയ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, ക്രെഡിറ്റ് ഇൻവോയ്സും ക്യാഷ് ഇൻവോയ്സും ഒക്കെ പറഞ്ഞാൽ അറിയാലോ അല്ലേ, സുബൈറിനെ അറിയാലോ. ഓക്കെ, അതായത് നമുക്ക് പൈസ തരാതെ ചിലപ്പോൾ അവർ കസ്റ്റമർ എന്ത് ചെയ്യും, ഈ സിമ്പിൾ ടേബിൾ കേട്ടോ, ഇവിടെ നമ്മൾ ടേബിൾ എന്നുള്ള സിമ്പിൾ, ഇത് ശരിക്കും എക്സലിനെ പോലെ ജസ്റ്റ് ടിക്കറ്റ് കൊടുത്താൽ മതി, അപ്പോൾ ആഡ് ആവും. ഒന്നുകൂടി കാണിക്കണോ അത്? കാണിച്ചു തരാം ഒരു മിനിറ്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ റിക്വയർമെൻറ്റ് ഇതാണ്, ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ടിക്കറ്റ് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്ത്, സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്തു കേട്ടോ, സൈസ് ഇൻക്രീസ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചുമ്മാ ടിക്കറ്റ് കൊടുത്താൽ മതി. കാരണം ഇതിനകത്ത് ഒരു സിംഗിൾ ഇത് മാത്രമേ ഉള്ളൂ, അവിടേക്ക് വാല്യൂ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, സെയിൽസ് ഓർഡർ നമ്പർ കൊടുത്തു. പിന്നെ നമുക്ക് ഏത് കസ്റ്റമറാണ്, നെക്സ്റ്റ് പ്രയോറിറ്റി വരുന്നത് കസ്റ്റമറിനാണ്, പിന്നെ ഏത് പ്രൊഡക്റ്റാണ്, അതുപോലെ ഏത് ഡേറ്റിലാണ് സെയിൽസ് നടക്കുന്നത്. ഫൈനലി നമ്മൾ എന്ത് ചെയ്തു, സെയിൽസ് എമൗണ്ട് കൊടുത്തു കേട്ടോ. സെയിൽസ് എമൗണ്ട് കറക്റ്റ് അല്ലേ, ക്ലിയർ അല്ലേ സംഭവം? ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് മാനേജ്മെൻറ്റ് പറയുകയാണ്, നമ്മോട് ചോദിക്കുകയാണ് നമ്മളെ MD, ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് എത്ര എമൗണ്ട് ഇൻവോയ്സ് ചെയ്തിട്ടുണ്ടെന്നുള്ള അറിയണം. എത്ര എമൗണ്ട് ഇൻവോയ്സ് ചെയ്ത്, കാരണം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, സാധനം സെല്ല് നടത്തിയിട്ടുണ്ട്, പക്ഷേ എത്ര ഇൻവോയ്സിങ്, അവരെത്ര പൈസ തന്നിട്ടുണ്ടെന്നതിനെ കുറിച്ച് ഇൻഫർമേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടാവില്ല. അപ്പോൾ അത് അക്കൗണ്ട്സിൻ്റെ കയ്യിലുണ്ടാവുക. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ പോയിട്ട് എന്ത് ചെയ്യും, അവരെ ഫയലിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ S001, നമ്മുടെ ഫസ്റ്റ് ഓർഡറിൻ്റെ പേര് S001 അല്ലേ വരുന്നത്, വരുന്നത് S001 ആണ്. അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇൻവോയ്സ് എത്ര നടന്നിട്ടുണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, അക്കൗണ്ട്സിനകത്ത് പോവും, എന്നിട്ട് നോക്കും S001 കണ്ടോ, അതിന് അഗെയിൻസ്റ്റ് ഒരു ഇൻവോയ്സ് ചെയ്തിട്ടുണ്ട്, 500 രൂപയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അതിന് അഗെയിൻസ്റ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. 500 രൂപ, അതായത് 857 ബില്ല് മൊത്തം സെയിൽസ് നടത്തിയിട്ടുള്ളത് 857 പക്ഷേ കസ്റ്റമർ 500 രൂപ തന്നിട്ടുള്ളൂ. ബാക്കി പൈസ എന്ത് ചെയ്യാണ്ട് അവർ തരാണ്ട് കടമായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇത് കാണിക്കണം ഇതിനകത്ത്. അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ എന്ത് ചെയ്യും, സെയിൽസ് ഇൻഫോർമേഷൻ നമ്മൾ എന്ത് ചെയ്യും, സെയിൽസ് ടേബിളിനകത്ത് നിന്ന് എടുക്കും. അക്കൗണ്ട്സ് ഇൻഫോർമേഷൻ നമ്മൾ എന്ത് ചെയ്യും, അക്കൗണ്ടിങ് നടന്നിട്ടുള്ള എമൗണ്ട് നമ്മൾ ഇവിടെ നിന്ന് എടുക്കുക ആണോ. അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആണോ വാല്യൂ വന്നിട്ടുള്ളത്, അസ്ന സുബൈർ കറക്റ്റ് ആണോ? നിയമത്തെ കറക്റ്റ് അല്ല. കാരണം എന്താണ്, 857 ആണ് ടോട്ടൽ ഇൻവോയ്സ്, അല്ല ഈ സെയിൽസ് എമൗണ്ട്, പക്ഷേ വാല്യൂ വന്നിട്ടുള്ളത് എന്താണ്, വലിയൊരു എമൗണ്ടാണ് വന്നിട്ടുള്ളത് അല്ലേ. ആക്ച്വലി ഇത്ര വരേണ്ടത് 500 വരേണ്ടത് അല്ലേ, 500 വരേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പവർ BIക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ ഇത്രയും ഇൻഫർമേഷൻസ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്താണ്, എവിടെ നിന്നാണ്, സെയിൽസ് ടേബിളിനകത്തു നിന്നാണ്. ഈ ഇൻഫർമേഷൻ എടുത്തിട്ടുള്ളത് എവിടെ നിന്നായിരുന്നു, അപ്പോൾ ഇത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഈ ടേബിളിനകത്ത് 2 ടേബിളിനകത്ത് നിന്ന് വാല്യൂ എടുത്തിട്ടുണ്ട് കേട്ടോ, അക്കൗണ്ട്സ് നടത്തിയിട്ടുള്ളത്. പവർ BIക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്ങനെയാണ് ഈ സെയിൽസ് ഡാറ്റയും ഈ അക്കൗണ്ട്സ് ഡാറ്റയും തമ്മിൽ എങ്ങനെയാണ് കണക്ഷൻ വരുന്നതെന്നുള്ളത് പവർ BIയോട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. അതായത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, നമ്മളെ സെയിൽസ് ടേബിളിനകത്ത് സെയിൽസ് ഓർഡർ എന്നുള്ള ഒരു കോളം ഉണ്ട്, പിന്നെ അതിന് അഗെയിൻസ്റ്റ് വന്നിട്ടുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷനും ഉണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ട്സ് എന്നുള്ള കോളത്തിനകത്ത് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് കീപ്പ് ചെയ്തിട്ടുള്ളത് ഓർഡർ നമ്പർ ഇവിടെയും വരുന്നുണ്ട് കണ്ടോ, 2 ടേബിളിനകത്ത് ഓർഡർ വരുന്നില്ലേ. അതായത് ഈ ഓർഡറിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യണത്, ഈ ഇൻവോയ്സ് ചെയ്തിട്ടുള്ളത്. മീൻസ് നമ്മുടെ സെയിൽസ് ടേബിളിനകത്തുള്ള ഈ ഓർഡർ ഉണ്ടല്ലോ, അതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ ഇൻവോയ്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഓർഡർ നമ്പർ വരുന്നുണ്ട് നമുക്ക്, അതുപോലെ തന്നെ ഇവിടെ ഓർഡർ നമ്പർ വരുന്നുണ്ട്. രണ്ടും എന്താണ് ആക്ച്വലി സെയിം ആണ്. കാരണം ഇവിടെ വരുന്ന ഓർഡറിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് അവരെന്ത് ചെയ്യേണ്ടത്, ഈ ടേബിളിനകത്ത് ഇൻവോയ്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ. S001 ഇൻവോയ്സ് 1 857 സെയിൽസ് നടന്നിട്ടുണ്ട്, 500 രൂപ ബില്ല് ചെയ്തിട്ടുണ്ട്. അടുത്ത സെയിൽസ് ഓർഡർ നമ്പർ S002 അതിന് അഗെയിൻസ്റ്റ് അടുത്ത ഇൻവോയ്സ് ചെയ്തിട്ടുണ്ട്, അത് ഫുൾ എമൗണ്ട് ചെയ്തിട്ടുണ്ട്, കാരണം 706 ചെയ്തിട്ടുണ്ട്.
അപ്പോൾ പവർ ബിക്ക് ഇപ്പോൾ പവർ ബിക്ക് എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് അറിയുന്നില്ല എങ്ങനെയാണ് ഈ ടാബിളുകൾ തമ്മിൽ കണക്ട് ചെയ്ത് കിട്ടുന്നുള്ളത്. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ബിയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. നമുക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഡാറ്റ സെറ്റുകൾ ഇപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് സെയിൽസ് ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സെയിൽസ് എന്നുള്ള ഡാറ്റ സെറ്റ് ഇവിടെ ഉണ്ട്. അതുപോലെ പിന്നെ നമുക്ക് വരുന്നത് അക്കൗണ്ട്സ് ആണ്. അക്കൗണ്ട്സാണ് നമുക്ക് വരുന്ന ടേബിൾ. അതുപോലെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്നുള്ള 3 ടേബിളാണുള്ളത്. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതാ നമ്മളെ ഈ മോഡൽ വ്യൂ എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, മോഡൽ വ്യൂ. നമ്മൾ ഇത് ഓൾറെഡി ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്യും, ഇത് നമ്മൾ വ്യൂ ചെയ്യാൻ കാണാൻ വേണ്ടി യൂസ് ചെയ്യും, ടേബിൾ കാണാൻ വേണ്ടി യൂസ് ചെയ്യും. ഇവിടെ നമ്മൾ ഇതുപോലത്തെ റിലേഷൻഷിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ, റിലേഷൻഷിപ്പ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കണം, അതായത് നമ്മുടെ സെയിൽസ് ടേബിളിനകത്തുള്ള സെയിൽസ് ഓർഡർ നമ്പറാണ് ആക്ച്വലി എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിന് അക്കൗണ്ട്സിനകത്തുള്ള ഈ ഓർഡർ നമ്പർ, ഇതിനകത്തുള്ള ഓർഡർ നമ്പർ വെച്ചുകൊണ്ടാണ് അവരെന്ത് ചെയ്യണത്, ഇതിനകത്ത് ഇൻവോയ്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓർഡർ നമ്പറും എന്താണ് കണക്റ്റിലാണ് സംഭവം കേട്ടോ, ഒരേ വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അത് ഞാൻ ഇപ്പോൾ ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൗസ് എന്ത് ചെയ്തു, ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ കൊണ്ടുപോയിട്ട് ജസ്റ്റ് അതിൻ്റെ അവിടെ പ്ലേസ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് നോക്കി കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ വാല്യൂ കറക്റ്റ് ആയത് കണ്ടോ. താഴത്ത് കാണിക്കുന്നുണ്ട്, ഒരു മിനിറ്റ് കാണിച്ചാൽ കേട്ടോ. അതായത് ഈ സെയിൽസ് ഓർഡർ നമ്പറിന് അഗൻസ്റ്റ് ആയിട്ടാണ് ഇവിടെ ഇൻവോയ്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓൾറെഡി ഓർഡർ നമ്പർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓർഡർ നമ്പറും എന്താണ് ആക്ച്വലി സെയിം ആയിരിക്കും, മനസ്സിലാവുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അവർ തമ്മിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു റിലേഷൻ കൊടുത്തു. താഴെ നമുക്ക് സേവ് എന്നുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യാം, കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മുടെ വാല്യൂ കറക്റ്റ് ആവും കേട്ടോ. ഇപ്പോൾ 857 നമുക്ക് സെയിൽസ് നടത്തിയിട്ടുള്ളത്, അതിന് അഗൈൻസ്റ്റ് 500 ബില്ല് ചെയ്തിട്ടുള്ളത്, 706 ഫുൾ ബില്ല് ചെയ്തിട്ടുണ്ട് കണ്ടോ. സുബേറെ മനസ്സിലായോ, അസ്ന സാലിക്ക് നിയമത്ത് മനസ്സിലായില്ലേ സംഭവം.